എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുകയാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും, അതായത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJPയും ശക്തമായ പ്രവർത്തന രംഗങ്ങളിലാണ്. എന്നാൽ ഓരോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും തങ്ങൾ ജയിച്ചാൽ ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രകടന പത്രിക പുറത്തിറക്കാറുണ്ട്. പലപ്പോഴും പ്രകടന പത്രിക അത് വെറും കടലാസ് കഷണങ്ങളായി മാത്രമാണ് നിലനിൽക്കാറായിട്ടുള്ളത്. ഒരു 100 കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചാൽ അതിൽ 1-2 കാര്യങ്ങൾ മാത്രമാണ് ഭരണം കിട്ടിയതിന് ശേഷം പലപ്പോഴും ഇവർ പൂർത്തീകരിക്കാറായിട്ടുള്ളത്. വലിയ വലിയ വാഗ്ദാനങ്ങളാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് പ്രകടന പത്രികയായി പുറത്തിറക്കുന്നത്. അത് കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും മറ്റ് ഏത് പാർട്ടികളായാലും. എന്നാൽ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകടന പത്രിക കാണുവാനായിട്ടിടയായി തീർന്നു. അത് BJPയുടെ പ്രകടന പത്രികയാണ്. BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനാണ് ഈ പ്രകടന പത്രിക പ്രകാശനം ചെയ്തത്. അതായത് ഇത് തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ പ്രകടന പത്രിക പ്രകാശനം ചെയ്തത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ: ഒന്ന്, കേരളത്തിന് എയിംസ് യാഥാർത്ഥ്യമാക്കും. തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽപാത കൊണ്ടുവരും. അതോടൊപ്പം ദാരിദ്ര്യ കുടുംബങ്ങൾക്ക് ഒരു വർഷം 2 LPG സിലിണ്ടറുകൾ സൗജന്യമായി കൊടുക്കും. ഓരോ വീടിനും പ്രതിമാസം 20,000 ലിറ്റർ സൗജന്യ കുടിവെള്ളം കൊടുക്കും. ക്ഷേമ പെൻഷൻ 3000 ഉയർത്തും. ഇങ്ങനെ വലിയ വാഗ്ദാനങ്ങളാണ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളം ഇപ്പോൾ തന്നെ ഏതാണ്ട് 5 ലക്ഷം കോടി രൂപ കടത്തിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്നും അദ്ദേഹം പറഞ്ഞു ഏതാണ്ട് 5 ലക്ഷം കോടി രൂപയോളം കടത്തിലാണ് ഈ കേരള സംസ്ഥാനം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും എങ്ങനെയാണ് ഇത്രമാത്രം വികസനങ്ങൾ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിലാണ്. കടം വാങ്ങിക്കുക എന്നുള്ളതല്ലാതെ കടം തിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു സമീപനം പലപ്പോഴും ഉണ്ടാകാറായിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി NDAയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങിയപ്പോൾ ജനങ്ങളിൽ വലിയ വിശ്വാസമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, ആരോഗ്യ കേരളത്തിൻ്റെ ലക്ഷ്യം നടപ്പാക്കാൻ എല്ലാ മലയാളികൾക്കും ആയുഷ്മാൻ ആരോഗ്യ പദ്ധതി 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കുന്ന ആയുഷ്മാൻ ആരോഗ്യ പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭക്ഷ്യ സമൃദ്ധ കേരളം, കർഷകർക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ തൊഴിലധിഷ്ഠിത വ്യവസായ വാണിജ്യം പുനരുജ്ജീവനം, 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇതൊക്കെയാണ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിന് സ്വച്ഛ കേരളം പദ്ധതി നടപ്പാക്കും. വിശ്വാസ സംരക്ഷണവും ആരാധനാലയങ്ങളുടെ പരിപാലനവും ഉറപ്പാക്കും. ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. വിശ്വാസ സംരക്ഷണം, ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും അവരുടെ വിശ്വാസം അവർ സംരക്ഷിക്കും. അവരുടെ ആരാധനാലയങ്ങളും പരിസരങ്ങളും അല്ലെങ്കിൽ ഒക്കെ സംരക്ഷിക്കും എന്നുള്ളൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. വികസിത കോർപ്പറേഷൻ, അതോടൊപ്പം തന്നെ ലഹരി മുക്ത സംസ്ഥാനം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ലഹരി മുക്ത സംസ്ഥാനം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ലഹരി ഉൽപ്പന്നങ്ങളുടെ വളർച്ച അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം അതിശക്തമായി കൂടിയിരിക്കുകയാണ്. അപ്പോൾ ലഹരി മുക്ത സംസ്ഥാനമാകും. ലഹരി മുക്ത ക്യാമ്പുകൾ സംഘടിപ്പിക്കും. തെരുവ് നായ ശല്യം പരിഹരിക്കും. ഇനി അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട്, അത് കേരളത്തിന് സുരക്ഷയും
തമിഴ്നാടിന് വെള്ളവും എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ഏതാണ്ട് നല്ല ഒരു ഭാഗം പ്രദേശം, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട, ഇതുപോലുള്ള തൃശ്ശൂരിൻ്റെ ഭാഗങ്ങൾ, ഇങ്ങനെ പല ഭാഗങ്ങളൊക്കെ വെള്ളത്തിനടിയിലാകും എന്ന് പൊതുവെ പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഏതാണ്ട് 50 ലക്ഷത്തിലധികം ജനങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ ദുരന്തമായിരിക്കും. എന്നാൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാം. കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് വെള്ളവും എന്നുള്ളൊരു പദ്ധതി മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് ഒരു വികസിത കേരളം എന്നുള്ള ഒരു ആശയമാണ് മുമ്പോട്ട് വെക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി പാലക്കാട് പ്രസംഗിച്ചപ്പോഴും കൃത്യമായി പറഞ്ഞു, ഇടതുപക്ഷവും വലതുപക്ഷവും കേന്ദ്രം കൊടുക്കുന്ന പണം അവർ പോക്കറ്റിലാക്കുകയാണ്, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ 2004 മുതൽ 2014 വരെ കോൺഗ്രസ് ഭരിച്ച സമയത്ത് കേന്ദ്രം കൊടുത്ത പണത്തിൻ്റെ 5 ഇരട്ടി പണമാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ആ പണമെല്ലാം നേതാക്കന്മാർ എന്ത് ചെയ്തു? അവരവരുടെ കീശയിലാക്കി. അഴിമതിയാണ്, കേരളത്തിൽ ഉടനീളം അഴിമതിയാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി മുമ്പോട്ട് വെച്ചത്. അതുകൊണ്ട് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഏത് രീതിയിലാണെങ്കിലും പുറത്താക്കി, അത് കേരളത്തെ രക്ഷിക്കുന്ന, കേരളത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഭരണം വരണം. ആ ഭരണം BJPക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നും അതുകൊണ്ട് BJPയെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് കേരളത്തിൽ അധികാരത്തിലേക്ക് കൊണ്ടുവരണം. കേരളത്തിലെ വരുന്ന മുഖ്യമന്ത്രി BJPയുടെ മുഖ്യമന്ത്രി ആയിരിക്കണം എന്നാണ് പ്രധാനമന്ത്രിയുടെ ഒരു ആശയം അവർ മുമ്പോട്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ദേശീയ അധ്യക്ഷൻ വന്ന് പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു വാഗ്ദാനങ്ങളുടെ ഒരു വലിയ ഘോഷമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. BJP കേരളത്തിൽ ഈ പ്രാവശ്യം അധികാരത്തിൽ വരാൻ സാധ്യത വളരെ കുറവാണ്. എങ്കിലും 2029 ആകുമ്പോഴത്തേക്കും BJP കേരളത്തിൽ അധികാരത്തിൽ വരും എന്നുള്ളതാണ് പൊതുവെ ഒരു കണക്കൂട്ടൽ മുമ്പോട്ട് വയ്ക്കുന്നത്. അതുമാത്രമല്ല, ഈ തവണ ഏറ്റവും കുറഞ്ഞത് 14 മുതൽ 20 സീറ്റ് വരെ BJPക്ക് ലഭിക്കും എന്നുള്ള ഒരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഇടതുപക്ഷത്തെ അകമഴിഞ്ഞ് SDPയും അതുപോലെ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിന് മുസ്ലിം ലീഗും മറ്റ് പല കക്ഷികളുമാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ തവണത്തെ ഒരു പോരാട്ടം അതിഗംഭീരമായ പോരാട്ടമായിരിക്കും എന്ന് മാത്രമല്ല, വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴ എല്ലാ പാർട്ടികളും മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇത് എത്രമാത്രം ഫലപ്രദമാകും എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതാണ് എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്.